ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ബാങ്കിലെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് തൃശ്ശൂരിൽ യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാഞ്ഞാണി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് ആത്മഹത്യ. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ യുവാവ് സ്വയം ജീവനൊടുക്കിയത് അത് ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണെന്ന് തന്നെ വ്യക്തമാണോ? ഏത് ബാങ്കിലാണ് ഈ ഇദ്ദേഹത്തിന് കടമുണ്ടായിരുന്നത്? ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നാണ് ഈ യുവാവ് ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. കാഞ്ഞാണി സ്വദേശി വിഷ്ണുവാണ് കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 12 വർഷം മുൻപ് വീട് വെക്കാനായി 8 ലക്ഷം രൂപ സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പയായി എടുത്തിരുന്നു. ഇതിനു ശേഷം ഇപ്പോൾ ഇതുവരെ 8,70,000 രൂപയോളം തിരിച്ചടച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ തിരിച്ചടവ് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഉള്ള പ്രതിസന്ധി മൂലം തിരിച്ചടവ് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ അത് കുടിശ്ശികയായി. വിഷ്ണുവിന്റെ കുടുംബം ഒരു സാധാരണ ഒരു കുടുംബമാണ്. സാമ്പത്തിക ഭദ്രത അത്ര തന്നെ ഇല്ലാത്ത ഒരു കുടുംബം കൂടിയാണ്. 6 ലക്ഷത്തോളം രൂപ ആ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോവിഡ് കാലത്ത്. ഇതോടെ വീട് ഒഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടെന്നാണ് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ ജപ്തി ഭീഷണിയിൽ ഈ ജപ്തി ഭീഷണിയെ തുടർന്ന് ഇന്ന് ബന്ധുവീട്ടിലേക്ക്, അതായത് ഈ വീട് പൂട്ടി ബന്ധുവീട്ടിലേക്ക് മാറാൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഷ്ണുവിനെ കണ്ടെത്തിയത്. പണമടയ്ക്കാൻ ബാങ്കിൽ നിന്നും അടയ്ക്കടി ഭീഷണി ഉള്ളതായും ഈ വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ എടുത്ത 8 ലക്ഷത്തേക്കാൾ അധികം രൂപ നിലവിൽ തിരിച്ചടച്ചു കഴിഞ്ഞു. 8,70,000-74,000 രൂപ തിരിച്ചടച്ചു. ഈ കോവിഡ് കാലത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായി. സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു പ്രതിസന്ധി വിഷ്ണുവിനും കുടുംബത്തിനും ഉണ്ടായി. അതോടെ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായി. 6 ലക്ഷത്തോളം രൂപ കുടിശ്ശികയായെന്നാണ് ബാങ്ക് പറയുന്നത്. ഈ വീട് ഒഴിയണം എന്ന് ഇന്ന് നിർദ്ദേശിച്ചതായും വീട്ടുകാർ പറയുന്നു. എന്തായാലും ഇന്നത്തോടു കൂടി ഈ വീട്ടിൽ നിന്ന് മാറണം, വീട് പൂട്ടി താക്കോൽ തിരികെ ഏൽപ്പിക്കാൻ ബാങ്ക് ജീവനക്കാർ പറഞ്ഞതായും ഈ പ്രദേശത്തുള്ളവരും ബന്ധുക്കളും ഉൾപ്പെടെ ഉള്ളവർ പറയും. എന്തായാലും ജപ്തി ഭീഷണിയെ തുടർന്ന് തന്നെയാണ് വിഷ്ണുവിന്റെ ആത്മഹത്യ എന്നാണ് വിഷ്ണുവിന്റെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. യുവാവാണ്, 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ ജപ്തി ഭീഷണിയിൽ ആ കുടുംബത്തിന്റെ താങ്ങും തണലും ആകേണ്ടിയിരുന്ന ഒരാളാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത്. അതും ഈ ജപ്തി ഭീഷണിയെ തുടർന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ തൃശൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി മറ്റ് നടപടികൾക്കെല്ലാം ശേഷം, പോസ്റ്റ്മോർട്ടം നടപടികൾക്കെല്ലാം ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലിപീഷ്. അനീഷ്, ഈ വിഷയത്തിൽ ഈ ബാങ്ക് അധികൃതരുടെ എന്തെങ്കിലും ഒരു വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? അത്തരം വിശദീകരണങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും തുടർ സമയങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് അവരുടേതായ വിശദീകരണം എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു വാർത്തകളായതിനെ തുടർന്ന് എന്തായാലും അത്തരത്തിലൊരു അവരുടെ ഒരു വിശദീകരണം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിഷ്ണുവിന്റെ മൃതദേഹം ഇപ്പോൾ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലിബീഷ്. ശരി അനീഷ്. തൃശ്ശൂരിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് യുവാവ് സ്വയം ജീവനൊടുക്കി. കാഞ്ഞാണി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി.